അങ്ങനെ പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ്. പുതിയ ഒട്ടനേകം നോട്ടിഫിക്കേഷനുകൾ വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സിൽ ആദ്യമായിട്ട് ഈ വർഷം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്ഡേറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇനി നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാടധികം നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അത് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ കൂടെ കൂടിയാൽ മതി. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പുതുവർഷത്തിലാണ് നമ്മുടെ സെക്കൻഡ് വീക്കോട് കൂടി നമ്മുടെ സൈറയും കൂടി വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക്, അതായത് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയുടെ 10+2 ബിടെക് എൻട്രി സ്കീം, അതായത് ബിടെക് എൻട്രി കാഡറ്റ് എൻട്രി സ്കീം അത് വന്നിരിക്കുകയാണ്. പെർമനൻറ്റ് കമ്മീഷനാണ്, അതായത് സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ജൂലൈ 2026 ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 3 ജാനുവരി 2026 ഏകദേശം ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19 ജാനുവരി 2026. ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇനിഷ്യൽ പീരീഡിൽ നിങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണൂരായിരിക്കും. നാവൽ അക്കാഡമി ഏഴിമല, അത് കണ്ണൂരാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലായിരിക്കും ഇനിഷ്യൽ പീരീഡ് ഉണ്ടാകുക. അവിടെ നിന്നാണ് നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നടക്കാനൊക്കെ പോകുന്നത്. ഇവിടെ നിങ്ങൾ +2 ഉള്ള കുട്ടികളായിരിക്കും. നിങ്ങൾ +2 കൂടിയാണ് പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നേവീൻ്റെ വക തന്നെ നിങ്ങൾക്ക് ബിടെക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തു തരും. പിന്നെ നേവിയിലൊരു പെർമനൻറ്റ് ജോലി, ഓഫീസറായിട്ട് പെർമനൻറ്റ് ജോലിയും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് അൺമാരീഡ് മെൻ ആൻഡ് വുമൺ എന്നാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാം. പെർമനൻറ്റ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്കാണ് 10+2 ബിടെക് കാഡറ്റ് എൻട്രി സ്കീമിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 4 ഇയർ ബിടെക് കോഴ്സ് കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല. നമ്മുടെ ബിടെക് എൻട്രി, അതായത് ബിടെക്കും കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ, എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കൂടി നിങ്ങൾക്ക് നേവി ഇവിടുന്ന് നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ അത്യാവശ്യം ഒരു 50,000-ൽ കൂടുതലുള്ള ഒരു എമൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ താമസം, ബാക്കിയുള്ള ഭക്ഷണം കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു അവസരമാണ്. +2 കഴിഞ്ഞവർക്ക് നല്ലൊരു അവസരമാണ്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 44 ഒഴിവുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള വേക്കൻസി ആണ് കേട്ടോ 44. മെൻ ആൻഡ് വുമൺ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 7 ഒഴിവുകൾ ഇതിൽ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഡേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 2 ജാനുവരി 2007 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് മിനിമം വേണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. +2-ൽ 70% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഇൻ ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിലാണ് പറഞ്ഞിട്ടുള്ളത്. PCM-ലാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് +2-ലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ മതി കേട്ടോ. ഈ പറഞ്ഞ സംഭവം നിർബന്ധമായിട്ട് വേണം. 70% മാർക്കോട് കൂടി ഇവിടെ കാണാൻ സാധിക്കും. ഇക്വാലൻ്റ് എക്സാമിനേഷൻ ഇൻ എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 70% മാർക്ക് ഇൻ ഫിസിക്സ്, അല്ലെങ്കിൽ ഫിസിക്സിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ അല്ല, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ PCM-ൽ 70% മാർക്കോട് കൂടി വേണം. അതിൻ്റെ കൂടെ തന്നെ 50% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം. അത് 10ാം ക്ലാസ്സിലും +2-ലും ഏതിലെങ്കിലും ഒന്നിലും മതി, അല്ല 2-ലും ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഓക്കെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ആർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് GMain എക്സാമിനേഷൻ 2025 ഫോർ BE BTech, അതൊരു എൻട്രൻസ് എക്സാമിനേഷനാണ്. GMain എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ അത് എഴുതിയവർക്ക് മാത്രമേ കേട്ടോ, അത് പാസ്സാവണമെന്നില്ല, അത് എഴുതിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു SSB ഇൻ്റർവ്യൂയിലേക്ക്, കോൾ അപ്പ് ലെറ്റർ ഫോർ സർവീസ് സെലക്ഷൻ ബോർഡ് SSB ഇൻ്റർവ്യൂയിലേക്ക് വിളിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിൽ ബി ഇഷ്യൂഡ് ഓൺ ദി ബേസിസ് ഓഫ് JE Main ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ്. ആ ഒരു ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടന്നിട്ടുള്ള ഒരു പരീക്ഷയാണത്. അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ SSB ഇൻ്റർവ്യൂ നടക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക്, അത് സിമ്പിളായിട്ട് പറയുമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ SSB ഇൻ്റർവ്യൂ എന്താണെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാസ്സായി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലാതെ മറ്റ് എക്സാമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.